എന്റെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ വർഷങ്ങളായിട്ട് എന്നെ അംഗീകരിക്കാത്ത ഇടത്ത് എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണിത്. അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നു. ഒരാള് പോലും എനിക്കതാണ് എന്നെ അണ്ടർ ചെയ്യിപ്പിച്ചത്. ഒരാള് പോലും എന്റെ ജെൻഡർ ഐഡന്റിറ്റീനെ കളിയാക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഞാനെന്ന വ്യക്തിനെ 100% റെസ്പെക്ട് ചെയ്ത് എന്നെ എന്നെ കംപ്ലീറ്റ്ലി ഒരു ബെറ്റർ ഹ്യൂമൺ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് എന്നെ അവർ ചേർത്ത് നിർത്തും. ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നല്ലേ നമുക്ക് നമ്മുടെ ബ്ലഡ് റിലേഷൻ എത്രയൊക്കെ പറഞ്ഞാലും ഓൺ ബ്രദർ എത്ര ബ്രദറാണ്. അപ്പൊ എന്റെ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ തന്നെയാണ്. ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത് 2025 ഈസ്റ്ററിന് അന്നാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ആ പടി തിരിച്ച് കയറുന്നത്. ഭയങ്കര പ്രൗഡായിട്ട് കയറുന്നു. അവരെല്ലാരും ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. ഇപ്പൊ എനിക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കിട്ടിയ എന്റെ ഈ ഫാമിലി തന്നെയാണ്. ഇത് എന്റെ ഫാമിലി കേട്ടോ. ഇതിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട് എങ്കിലും JRF കിട്ടേണ്ടി വന്നു. ഒരു കാര്യങ്ങളൊക്കെ മാറി മറിയാം. ദാറ്റ് ഡസന്റ് മീൻ JRF കൊണ്ട് മാത്രം എന്നല്ല. ബ്ലഡ് റിലേഷനിലുള്ളവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളോട് മിണ്ടണം എന്നുണ്ട്. പക്ഷെ സൊസൈറ്റീനെ ഭയന്നിട്ട് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ. എല്ലാ ട്രാൻസ് വ്യക്തികളുടെ ശാരീരികാവസ്ഥയും ഒരുപോലെ ആണെന്നില്ല. സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് സർജറി കഴിഞ്ഞിട്ടുള്ളൂ. ആ വ്യക്തികൾ മെയിൽ ടോയ്ലറ്റിലും പോകാൻ പറ്റില്ല, ഫീമെയിൽ ടോയ്ലറ്റിലും പോകാൻ പറ്റില്ല. അവർ BEd കഴിഞ്ഞിട്ടില്ല, MEd കഴിഞ്ഞിട്ടില്ല, BPEd കഴിഞ്ഞിട്ടില്ല, MPEd കഴിഞ്ഞിട്ടില്ല. ഒക്കെ കുറെ ട്രാൻസ് വ്യക്തികളുണ്ട്. ഇവരിൽ പലരും പോലും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിലോ കോളേജിലോ പഠിച്ച ജെൻഡർ ഫോബിയ കാരണമായിരിക്കും ജോലി കൊടുക്കാത്തത്. റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആവണം എന്ന ഇന്റൻഷനിലോ ആവില്ല. ഏതെങ്കിലും ട്രാൻസ് വ്യക്തികൾ എവിടെയെങ്കിലും വെച്ച് അടി കൂടുന്നതിന് ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആവും? നമ്മൾ ഓരോ ദിവസവും വിജയിച്ച് അതിജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ. ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ടൈമിൽ കുറച്ച് പെയിൻഫുൾ ആണെന്ന് അറിയാമെങ്കിൽ പോലും ഫാമിലിനെ കുറിച്ച് ഒന്ന് പറയോ? ഇപ്പൊ എനിക്ക് പെയിൻ മാറി. എന്റെ ആ പെയിൻ മാറിയിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതായത് എന്റെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ വർഷങ്ങളായിട്ട് എന്നെ അംഗീകരിക്കാത്ത ഇടത്ത് എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണിത്. ഇന്നലെ ആയിരുന്നു എന്റെ ബ്രദറിന്റെ വെഡിങ്. അപ്പൊ ഈ ഇന്റർവ്യൂ ഞാൻ മുന്നേ കമ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഹായ്. അപ്പം എന്റെ ബ്രദറിന്റെ വെഡിങ് ഇന്നലെ ആയിരുന്നു. അത് കഴിഞ്ഞു. അതില് എനിക്ക് ആസ് എ സിസ്റ്റർ പങ്കെടുക്കാൻ പറ്റി. എന്റെ ബ്രദറും ദി എൻറ്റയർ ഫാമിലി. ഇപ്പം മരിച്ച സമയത്ത് എന്റെ ഫാമിലിയിൽ അക്സെപ്റ്റൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒപ്പം മരിക്കുന്നതിന് മുന്നേ എന്റെ ഉപ്പാടെ സിസ്റ്ററിന്റെ മകനുണ്ട്, മകളുണ്ട്, മകളുടെ ഹസ്ബൻഡ്. അതായത് ഉപ്പാനെക്കാട്ടിലും കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട് എൽഡർ സിസ്റ്ററിന്. അപ്പം അവരുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അത് എന്റെ ഉപ്പാടെ സിസ്റ്ററിന്റെ പേരക്കുട്ടികൾക്കൊക്കെ എന്റെ ഏജാ. അപ്പോ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ മാമാന്നാ വിളിക്കുക. ബക്കർ മാമ എന്ന് പറയുമ്പോൾ എന്റെ ഉപ്പാടെ ഫാമിലി പെട്ട. അപ്പൊ ആള് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഉപ്പാടെ സിസ്റ്റർ ഉണ്ട്, സൂറ എന്നിട്ടൊരു അമ്മായിയുണ്ട്. ഇവർ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഉപ്പാക്ക് വയ്യാണ്ടായ സമയത്ത് ഉപ്പാട് സംസാരിക്കും, ഇപ്പൊ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് കേട്ട ഉടനെ തന്നെ അവരെന്നെ തപ്പിപ്പിടിച്ച് വിളിച്ചു, എന്നോട് വരണം പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര JRF കിട്ടിയ നെക്സ്റ്റ് ഡേയിലാണിത്. അപ്പൊ ഞാൻ അങ്ങനെ ചെല്ലുന്നു, ഉപ്പാടെ നാട്ടിലോട്ട് പോകുന്നു, ഉപ്പാനെ കാണുന്നു, സംസാരിക്കുന്നു. ഭക്ഷണമൊക്കെ കഞ്ഞിയൊക്കെ ചായയോ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അതിന്റെ കഞ്ഞിയും വെള്ളമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഉപ്പാനെ നോക്കുന്നു, ഓക്കെ ആയിട്ട് വീട്ടിലോട്ട് മാറും എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ക്രിട്ടിക്കലാവുന്നു, ഉപ്പ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ വീട്ടിലോട്ട് ചെല്ലുന്നു, ഉപ്പാടെ ഫാമിലിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നു. ഒരാള് പോലും എനിക്കതാണ് എന്നെ അണ്ടർ ചെയ്യിപ്പിച്ചത്. ഒരാള് പോലും എന്റെ ജെൻഡർ ഐഡന്റിറ്റീനെ കളിയാക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഞാനെന്ന വ്യക്തിനെ 100% റെസ്പെക്ട് ചെയ്ത് എന്നെ എന്നെ കംപ്ലീറ്റ്ലി ഒരു ബെറ്റർ ഹ്യൂമൺ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് എന്നെ അവർ ചേർത്ത് നിർത്തി. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. ശരിക്കും നല്ല മനുഷ്യത്വമുള്ള കുറച്ച് മനുഷ്യന്മാർ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങനെ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും. ഒരു മരണമൊക്കെ നടക്കുമ്പോഴല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്നത്. മരണം നടക്കുന്ന ഫാദറിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് ഫാദറിന്റെ വീട്ടിലെല്ലാവരും ശരിക്കും എന്നെ ശരിക്കും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോത്തിനും എന്റെ ബ്രദറിന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം മാറ്റി വെക്കാൻ അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺവീട്ടുകാർക്ക് പറ്റില്ല. കാരണം ഓഡിറ്റോറിയത്തിനൊക്കെ ബുക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ ചെറിയ ഫംഗ്ഷനാണ്. പക്ഷെ അതിലേക്ക് എന്റെ ബ്രദർ എന്നെ വിളിച്ചു. അത് ഉപ്പ മരിച്ചപ്പം ഞാനും ബ്രദറും തമ്മിൽ സംസാരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വീണ്ടും കണക്ട് ആവുന്നു. അപ്പം ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നല്ലേ നമുക്ക്
നമ്മുടെ ബ്ലഡ് റിലേഷൻ എത്രയൊക്കെ പറഞ്ഞാലും ഓൺ ബ്രദർ എത്ര ബ്രദറാണ്. അപ്പൊ എന്നെ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ തന്നെയാണ്. അപ്പൊ അങ്ങനെ അത് ആ റിലേഷൻഷിപ്പ് തിരിച്ച് വിട്ടിട്ടുകയും അങ്ങനെ ബ്രദറിന്റെ വെഡിങ്ങിന് ഞാൻ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഉമ്മയുടെ ഫാമിലി ലോട്ട് ആദ്യമായിട്ടാ ചെല്ല്. അപ്പൊ എനിക്ക് ഭയങ്കര എന്തായിരിക്കും അറിയില്ല. മറ്റേത് മരിച്ച വീട്ടിലേക്ക് പോകുന്ന കാരണം നമ്മള് ഇതൊന്നിനെ കുറിച്ചൊന്നും കോൺഷ്യസ് ആവില്ല. ഒന്നിനെ കുറിച്ച് കോൺഷ്യസ് ആവില്ല. അത് തകർന്നിരിക്കുകയല്ലോ. നഷ്ടപ്പെട്ടിരിക്കുന്ന ഉപ്പാന്നുള്ള ഫീൽ ഉണ്ടല്ലോ. ഇവിടെ വന്നപ്പോ തിരിച്ച് ഇവിടെ ഉമ്മാടെ വീട്ടിൽ വന്ന സമയത്ത് വീടിന്റെ ഇക്കാടെ ഫ്രണ്ട് ഉണ്ട്. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ഉണ്ട്, ഫാസിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എല്ലാവരുടെ അടുത്തും ഇതിനൊന്ന് നന്നായി ഡീൽ ചെയ്ത് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ദീദി എന്ന് വിളിക്കും. കസിനും അതുപോലെ നല്ല രീതിയിൽ എന്നെ അക്കോമ്പനി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ ഒരു വാം വെൽക്കം സ്പേസ് ആക്കാൻ നോക്കുന്നു. എല്ലാരെയും ഒന്ന് ഇതാക്കാം, പ്രശ്നമൊന്നുമില്ലാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി ചെല്ലുന്നു. ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും വീട്ടിൽ വന്ന സമയത്ത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ തിരിച്ചു കയറാം. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2016 ഈസ്റ്ററിന് അന്നാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത്. 2025 ഈസ്റ്ററിന് അന്നാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ആ പടി തിരിച്ച് കയറുന്നത്. ഭയങ്കര പ്രൗഡായിട്ട് കയറുന്നു. അവരെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. വെഡിങ് കേക്ക്. അപ്പൊ എന്റെ ബ്രദർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബ്രദറും പിന്നെ ബ്രദറിന്റെ എല്ലാവരും വീട്ടിലെല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കേക്ക് എനിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്, ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ കയറി ഉമ്മയുടെ അടുത്ത് സംസാരിച്ചു. ഉമ്മ കുറെ കരഞ്ഞു. പിന്നെ ഉമ്മാക്കും ഭയങ്കര ഓക്കെ ആയി. അപ്പം മൊത്തത്തില് ഫാമിലിയിലുള്ള എല്ലാവരും ഞാൻ അങ്ങനെ ഭയങ്കര വണ്ടറടിച്ചു പോയി. ലൈക്ക് എന്റെ അടുത്തൊരു ഒരു മുഖവ്യത്യാസമോ അല്ലെങ്കിൽ ഞാന് എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയ കാരണം ഫെയിമിയർ ആയതുകൊണ്ട് ചിലപ്പോൾ ഉള്ളൊരു സ്നേഹം പരിചയം കുറവൊന്നും ഇല്ലായ്മയുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ കൂളായിട്ട് സംസാരിക്കുകയും ഡീൽ ചെയ്യുകയും വിശേഷങ്ങൾ പറയുകയും ഒരു രീതിയിലും മനസ്സ് വിഷമിക്കുന്ന രീതിയിലൊന്നും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എല്ലാവരും എന്നെ ഒരു ആ കുടുംബത്തിലുള്ള ഒരു കുട്ടി ആണ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഐഡന്റിറ്റി ആണെങ്കിൽ ഇപ്പോഴത്തെ ഐഡന്റിറ്റിയിലൊക്കെ ഉപരി അവിടുത്തെ ഒരു കുട്ടി, അവിടുത്തെ വീട്ടിൽ എങ്ങനെയാണ് എന്നെ പരിഗണിക്കുന്നത് ആ പരിഗണന അവിടെയും കിട്ടി. അപ്പം ഫാമിലി പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിപ്പം മുന്നേ ആയിരുന്നു എനിക്ക് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങുമായിരുന്നു. ഇപ്പൊ എനിക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടിയ എൻ്റെ ഈ ഫാമിലി തന്നെയാണ്. എൻ്റെ ഫാമിലി, ഫാദറിന്റെ വീട്ടുകാരും ഉമ്മയുടെ വീട്ടുകാരും ഒക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഇപ്പത്തെ എൻ്റെ ഒരു സ്ട്രെങ്ത്. അതെ അതെ, ഒരു ഓവർകം ഒരു ജീവിതത്തിലെ ഒരു വലിയ ഫേസ് കടന്നിട്ട് ഇപ്പം പുതിയൊരു ഫേസിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥ. ഇനിയിപ്പോ PhD ജോയിൻ ചെയ്യാണ്. അപ്പം ഒക്കെ മാറി, സർക്കംസ്റ്റാൻസസ് ഒക്കെ മാറി. പക്ഷെ ഇതിന്റെ പേരിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട് എങ്കിലും JRF കിട്ടേണ്ടി വന്നു. ഒരു കാര്യങ്ങളൊക്കെ മാറി മറിയാൻ ഡസൻ മീൻ JRF കൊണ്ട് മാത്രം എന്നല്ല, സർക്കംസ്റ്റാൻസ് കുറച്ച് മാറി, അവർക്ക് സിറ്റുവേഷൻസ് മാറിയ അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റഡ് ആയി. ഗ്രാജുവലി അതങ്ങ് നടന്നു എന്നുള്ളതാണ്. ബട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നമുക്ക് ബ്ലഡ് റിലേഷനിലുള്ളവർ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളോട് മിണ്ടണം എന്നുണ്ട്, പക്ഷെ സൊസൈറ്റീനെ ഭയന്നിട്ട് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അനുഭവിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇപ്പൊ കമോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം ചേച്ചിനെ കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും അഡ്വൈസ് ചെയ്യുക? ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് സർവൈവ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബി പ്രിപ്പയർഡ്. അതിലുപരി നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി 100% നമ്മുടേതാണ്. നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. ഒരു പക്ഷേ സർജറി ഒക്കെ കഴിഞ്ഞത് റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക. നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. വ്യക്തമായ ഒരു എയിം വേണം. നമ്മൾ ഇത് സർജറി ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് അവിടെ തീരുന്നില്ല. നമുക്ക് ഇനി ജീവിച്ചേ പറ്റൂ. അപ്പൊ ജീവിക്കാനുള്ള നമ്മളെ വഴി നമ്മൾ കണ്ടെത്തണം. എന്ത് ജോബിലേക്ക് നമ്മൾ നീങ്ങണം, എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് നമുക്ക് ഉണ്ടാവും, അതിനെ എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് നോക്കി വെച്ചിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഉള്ളൊരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ ഓരോ ദിവസവും ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ജോലിയൊക്കെ കിട്ടി നമുക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടുക എന്നുള്ളത് കുറച്ച് എന്താ പറയുക ചാലഞ്ചിങ് ആണ്. അപ്പൊ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാനും അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി സെൽഫായിട്ട് ഉണ്ടാക്കണം. പിന്നെ ബി യുവർ സെൽഫ് ഓൾവേസ്. നമ്മൾ എന്താണോ അത് നമ്മൾ എപ്പോഴും നമ്മൾ അതായിരിക്കുക.
നമുക്ക് എത്ര മറ്റുള്ളവർ നമ്മളെ വേണ്ടാന്ന് മാറ്റാൻ ശ്രമിച്ചാലും ഒന്നും മാറാൻ പോണതല്ല. നമ്മൾ നമ്മളായി ഇരിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മനുഷ്യന്മാർക്കും അത് തന്നെ അങ്ങനെ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വരിക എന്നൊന്നും പറയുന്നില്ല. നമ്മളാകുന്ന ഒരു യാത്രയിലേക്ക്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ആയി ഉണ്ടല്ലോ. നമ്മളിതിപ്പോ നമ്മളുടെ ഒരു കംപ്ലീറ്റ് വെർഷൻ കാണുന്നുണ്ട്, ഒരു ഐഡിയൽ വെർഷൻ. ആ വെർഷനിലേക്ക് എത്താനുള്ള ഒരു ജേർണി, ആ ജേർണി ലേക്കുള്ള എല്ലാ 100% എല്ലാ രീതിയിലും പ്രിപ്പയർ ആയിരിക്കണം. അതിന് അതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. സക്സസ് ആകുക എന്നുള്ളതാണ്, സക്സസ് ആകുക എന്നുള്ളത് സെക്കൻഡറി ആണ്. ബട്ട് പീസ്ഫുള്ളി നമ്മൾ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഭയങ്കര ഹെൽപ്ഫുൾ ആണോ? ആൻഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ഫാമിലി അവിടെ ക്രിയേറ്റ് ആവുന്നില്ലേ? അതെങ്ങനെയാണ് കമ്മ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ളത്? ഇപ്പൊ അതിലും ഞാൻ ഭയങ്കരമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിറ്റിയിലെ ഒരു ഫാമിലി അങ്ങനെ ഉള്ള സംഭവത്തിലൊന്നും. കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. എനിക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അവർക്ക് എന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പേര്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് വിരലിൽ എണ്ണാവുന്ന കുറച്ച് റിലേഷൻഷിപ്സേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൂ. അത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ നമ്മളുടെ ആൾക്കാർ ഇവരാണ് എന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിച്ചത്. അപ്പൊ ആ ആൾക്കാർ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. നമ്മൾ മുന്നേ ഈ പറഞ്ഞ പോലെ ഭയങ്കര യൂണിറ്റി ഉള്ള ഒരു ഫാമിലിയും കൾച്ചറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഡസന്റ് മീൻ അത് ഭയങ്കര കൺസിസ്റ്റന്റ് ആണെന്ന്. അപ്പോൾ ഇപ്പത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട്, 2 വർഷത്തിനിടയിൽ ജീവിതത്തില് ആഫ്റ്റർ കൊറോണ, ഇപ്പൊ എന്റെ ഒരു അനന്യ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ മരണത്തിന് ശേഷം നമ്മൾ കുറെ ആൾക്കാരെ മനസ്സിലാക്കുന്നതും ആരൊക്കെയാണ് പ്രഹസനം, ആരൊക്കെയാണ് നല്ലവർ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ജെന്യുവിൻ ലവ് ഉണ്ട്, ഫേക്ക് ലവ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ആരൊക്കെ കൂടെ നിൽക്കും എന്നുള്ളതൊക്കെ മനസ്സിലാകും. അപ്പം എന്റെ എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും കംപ്ലീറ്റ്ലി എല്ലാ സ്ത്രീകളും തമ്മിലൊരു സോളിഡാരിറ്റി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടാലും എല്ലാ സ്ത്രീകൾക്കും അത് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ക്യൂർ വ്യക്തികൾക്കിടയിലും ഒരേ ഐഡിയോളജിയും ഒരേ പൊളിറ്റിക്സും ഒന്നും ആവണമെന്നില്ല. ബട്ട് ഉള്ളിലൊരു സോളിഡാരിറ്റി ഡെഫിനറ്റ്ലി അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങളിൽ എന്നെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരാണ് ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പൊ കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുന്ന കാര്യമില്ല. എല്ലാവർക്കും ഇപ്പൊ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുതുതായിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് സ്വന്തം ഐഡന്റിറ്റിയിലേക്ക് വരുന്ന കുട്ടി എന്ന് പറയാനേ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതെന്ന് നമുക്കിനി പറയാൻ പറ്റില്ല. സ്വന്തം ഐഡന്റിറ്റിയിലേക്ക് വരുന്ന കുട്ടിയുടെ കൂടെ നമ്മുടെ കേരള സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ആ രീതിയിൽ നമുക്ക് കിട്ടേണ്ട ബേസിക് പ്രൊട്ടക്ഷൻ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ കിട്ടേണ്ട പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, പരിഗണന കിട്ടുന്നുണ്ട്, കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ സ്നേഹത്തെയും ഇമോഷണൽ സപ്പോർട്ടിനെയും ഒന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അതാ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ലക്ഷറി ആയിട്ട് കണക്കാക്കുക. ഓക്കെ. ശരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പോഴും നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൻഡ് സോ സോറി. ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ടോയ്ലറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ എന്താ പറയാ, പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും അവരും പറയുന്നത് എന്തിനാണ് അത്തരത്തിലൊരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, അത് ആവശ്യമാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആൻഡ് അവരുടെയൊക്കെ ഫാമിലിയിൽ ചിലപ്പം ഓരോരുത്തർക്കും ഓരോ ടോയ്ലറ്റ് ആണോ അല്ലെങ്കിൽ ജെൻഡർ വൈസസിലാണോ ടോയ്ലറ്റ് എന്നുള്ളതും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു ടോയ്ലറ്റ് വേണം എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാ ട്രാൻസ് വ്യക്തികളുടെ ശാരീരികാവസ്ഥയും ഒരുപോലെ ആണെന്നില്ല. ഇപ്പം ഞാനിപ്പം കംപ്ലീറ്റ്ലി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു വ്യക്തിയായ കാരണം എനിക്ക് ഈ പറഞ്ഞ ഫീമെയിൽ പ്രിവിലേജസ് ഒക്കെ ഒരു പരിധി വരെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫീമെയിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇൻ കേസ് ആരെങ്കിലും വന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. എനിക്കത് കിട്ടുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ച് സർജറി കഴിഞ്ഞിട്ടുള്ളൂ. ആ വ്യക്തികൾ മെയിൽ ടോയ്ലറ്റിലും പോകാൻ പറ്റില്ല, ഫീമെയിൽ ടോയ്ലറ്റിലും പോകാൻ പറ്റില്ല. അവർ വളരെ ഡിസ്കംഫർട്ട് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ട്രാൻസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ പലരും ഈ പറഞ്ഞ പോലെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ സർജറിക്ക് എത്തുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ ഇവർക്ക് പല ഹോർമോൺസിന്റെ ഒക്കെ ഇൻടേക്ക് കാരണം ചേഞ്ചസ് വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവര് മെയിൽ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ ഒരു പക്ഷെ ഇനീഷ്യലി കംഫർട്ട് ആവണമെന്നില്ല.
അവർക്ക് ചിലപ്പോൾ ഫിസിക്കൽ വൾണറബിലിറ്റീസ് കാരണം സർജറീസ് കഴിയാത്തവരാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇവരെവിടെ പോകും? ഇവർക്ക് ഇവൻ ബൈൻഡർ ടൈറ്റ് ചെയ്യാനോ അവരുടെ സർജറി കഴിഞ്ഞതിന്റെ മുന്നേയുള്ള അവസ്ഥ എത്രയായാലും ഒരു റിയാലിറ്റി ആണല്ലോ. അപ്പൊ അതില് അവർക്ക് അവരുടെ കംഫർട്ട് സ്പേസിലേക്ക് പോകാനോ നിൽക്കുമ്പോൾ അവർ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഫീമെയിൽ ടോയ്ലറ്റിലേക്ക് ആക്സസും ഇല്ല. അപ്പൊ അതിനൊരു സ്പെഷ്യൽ സ്പേസ് വേണം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ജനറലൈസ് ചെയ്ത് കാണണ്ട. സർജറി കഴിഞ്ഞ് മാറി പെണ്ണുങ്ങളില്ല. അപ്പൊ പെണ്ണുങ്ങൾ. അപ്പൊ മാറാത്തവരുടെ ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് ആരും അഡ്രസ് ചെയ്യുന്നില്ല. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും ഇതിന്റെ ഇടയ്ക്ക്. അതുപോലെ തന്നെ ജോലിയും ഒരു പ്രശ്നമല്ലേ കമ്മ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്കും ആൻഡ് കമ്മ്യൂണിറ്റിയിലുള്ളതും അതിനെക്കുറിച്ച് ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്ക് അറിയുന്ന PhD എംഫിൽ കഴിഞ്ഞിട്ടുള്ള എനിക്ക് അറിയുന്ന ഒരു സാൻസ്ക്രിറ്റിൽ എംഫിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ്. അവര് സർജറി ഒക്കെ കഴിഞ്ഞു ഇപ്പം. പക്ഷെ ജോബ് കിട്ടുന്നില്ല. പഠിപ്പിക്കാൻ പോവാൻ നോക്കുമ്പോൾ ജോലി കിട്ടുന്നില്ല. ഈ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ജെൻഡർ ഐഡന്റിറ്റിയുടെ പ്രശ്നം പറഞ്ഞിട്ട് പഴയ സർട്ടിഫിക്കറ്റ്സിലൊക്കെ പഴയ പേരാണല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല ഈ പറഞ്ഞ പോലെ ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ നല്ല സ്റ്റാർ ആവാൻ പറ്റുന്ന കുറേ ആൾക്കാരനെ എനിക്ക് പേഴ്സണലി അറിയാം. BEd കഴിഞ്ഞിട്ടില്ല, MEd കഴിഞ്ഞിട്ടില്ല, PPEd കഴിഞ്ഞിട്ടില്ല, MPEd കഴിഞ്ഞിട്ടില്ല ഒക്കെ കുറേ ട്രാൻസ് വ്യക്തികളുണ്ട്. ഇവരിൽ പലരും പോലും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുകയല്ല. ട്രാൻസ് വുമൺ ആയിട്ടുള്ള പലരും ഈ പറഞ്ഞ പോലെ എപ്പോഴും മേക്കപ്പ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസിസ്റ്റന്റ് ജോലിക്കൊക്കെ പോയിട്ടും വീട്ടു ജോലിക്ക് പോയിട്ടും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ട്രാൻസ്മാൻ ആയിട്ടുള്ള പലരും ഈ പറഞ്ഞ പോലെ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഡെലിവറി ബോയ്സ് ആയിട്ടൊക്കെ പോകുന്നു. വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് MA, MEd, നെറ്റ് സെറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതായത് ബിരുദാനന്തര ബിരുദവും ഈ പറഞ്ഞ പോലെ ബാക്കി ക്വാളിഫിക്കേഷനും സെറ്റും നെറ്റും പോലെയുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. അപ്പം അൺഎംപ്ലോയ്മെന്റ് ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്? ആൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റു ജോലികൾ കുറച്ചെങ്കിലും ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ടീച്ചിങ്ങിലേക്കൊന്നും എത്താത്തത് അത് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റിലെ പേരിന്റെ കാര്യം മാത്രമായി. അല്ല, കൊടുക്കാൻ ആവാത്തോണ്ടായിരിക്കും മേ ബി കേട്ടോ. അങ്ങനെ മാറ്റങ്ങൾ വരണം. എന്നാലും നമുക്ക് സ്പേസ് തന്നാലേ നമുക്കിപ്പോ ഞാൻ പറയുന്നില്ല ഈ പഠിക്കാൻ പോയിടത്ത് വലിയ പ്രോഗ്രസീവാന്ന് പറഞ്ഞു നടക്കുന്നിടത്ത് ചെന്നപ്പോ ആട്ടി ഓടിച്ചവരാണ് അവിടെ ഉള്ളത്. അങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാര് വളർന്നു വരില്ല. അല്ലെങ്കിൽ അവരുടെയൊക്കെ അച്ഛന്മാരോ അല്ലെങ്കിൽ അതേ മൈൻഡ് മെന്റാലിറ്റി ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര് അധികാരികളായിട്ടിരിക്കുന്ന ഇടത്ത് ഡെഫിനറ്റ്ലി അവിടെ കുട്ടികളെ ട്രാൻസ് വ്യക്തികളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. അവരുടെ ഫോബിയ അവര് കാണിച്ചുകൊണ്ടേയിരിക്കും. സോ ജെൻഡർ ഫോബിയ കാരണമായിരിക്കും ജോലി കൊടുക്കാത്തത്. അപ്പം ശരിക്കും ഇതിലൊരു മാറ്റം വരുത്താനായിട്ട് പാരന്റിംഗിൽ ഒരു പ്രധാന നല്ല രീതിക്ക് വേണം, നല്ല രീതിക്ക് വേണം. പാരന്റിങ്ങില് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ കുറെയൊക്കെ മാറുന്നുണ്ടല്ലോ. ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ജെൻഡർ എഡ്യൂക്കേഷനും ജെൻഡർ സെൻസിറ്റൈസേഷനും സെക്സ് എഡ്യൂക്കേഷനും സെക്ച്വാലിറ്റി എഡ്യൂക്കേഷനും ഒക്കെ കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എന്നുള്ളതാണ് ഇതിനുള്ളൊരു മെയിൻ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഫാമിലി എന്നൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാരെയും അംഗീകരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെ തന്നെ പഠിപ്പിക്കുക. അതെ അതെ അതെ. എല്ലാ മനുഷ്യന്മാരും അവരെങ്ങനെയാണോ ആ രീതിയിൽ അംഗീകരിക്കുക. മനുഷ്യർ എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ സിലബസിലൊക്കെ കുറെ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ആദം ഹാരിയുടെയും വിജയരാജ മല്ലിക ടീച്ചറിന്റെ ഒക്കെ വർക്ക്സും അതുപോലെ തന്നെ അവരെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ സ്കൂൾ സിലബസിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലെ സിലബസിലൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര വലിയ മാറ്റം തന്നെയാണ്. ഓക്കെ. പ്രവീണായിട്ടനെ അറിയോ? പ്രവീൺ പ്രവീണായിട്ടൻ എന്റെ വീട്ടിന്റെ അടുത്താണ്. അടുത്താണ്. അപ്പം പ്രവീണായിട്ടനെ കുറിച്ചുള്ള കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? പ്രവീണ് ഞാനും ഒരുമിച്ച് നാടകം ചെയ്തിട്ടുണ്ട്. പ്രവീൺ സർജറി കഴിഞ്ഞിട്ട് കിടന്നിട്ട് ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് സൂര്യ ചേച്ചിയുടെ ഒരു മകളുടെ വീട്ടിലായിരുന്നു. ക്ലാസ്സിലത്തെ ഒരു മകളുടെ വീട്ടിലായിരുന്നു. അപ്പോ ഞങ്ങൾ അവിടെ പോവുകയും 1-2 ദിവസം നിൽക്കുകയും കൂടെ നിലാവൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിലാണ് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അവന് വേറെ കോളേജിൽ പഠിച്ചത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു. ബട്ട് എന്തൊക്കെയോ ക്രൈസിസ് കാരണം അതെന്തായാലും അതിന് നീതി കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആള് ഇപ്പം 2 വർഷം ആവുന്നു. May 15
മെയ് 6-നോ 5-നോ 2 വർഷം. മെയ്യില് ഇപ്പൊ 2 വർഷം ആവുമല്ലോ. അപ്പം ഒട്ടും ഒട്ടും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം അവരുടെ വെഡ്ഡിങ്ങിന്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ സിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ ഭയങ്കര കണക്ഷനിലായിരുന്നു. അപ്പൊ എനിക്ക് തൃശ്ശൂരിൽ എനിക്കൊരു പ്രോഗ്രാം വന്നപ്പോ ഞാൻ പ്രവീണിന്റെ വീട്ടിലായിരുന്നു പോയിട്ട് ചായയൊക്കെ ചെയ്തത്. എന്നിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പ്രവീണിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. പ്രവീൺ തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. അപ്പൊ ആ നാടകം കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അതും ഭയങ്കര കഴിവുള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഭയങ്കര സങ്കടം. ഓക്കെ. ഞാൻ ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അതൊക്കെയാണ് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രേക്കപ്പ് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആവണം എന്ന ഇന്റൻഷനിലും ആവില്ല സ്റ്റാർട്ട് ചെയ്യുക. പോകെ 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 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റാത്ത കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോ അതിന് സൊസൈറ്റി നമ്മുടെ ഭാഗത്ത് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ വലിച്ചു കീറാനും ബുള്ളിങ് ചെയ്യാനും അതിനെ ജഡ്ജ് ചെയ്യാനൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ ഇതേ സെയിം ഇതിന്റെ എക്സ്ട്രീം വെർഷൻ സിസ് ജെൻഡർ ഹെറ്ററോ മനുഷ്യന്മാരിൽ ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും ഒരു 10 വെച്ച് നടക്കുന്നുണ്ടാവും. നമ്മുടേത് വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും നടന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊന്നും പുറത്ത് വരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത് ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോയിട്ട് അതിൽ നിന്ന് പിന്മാറുകയോ ആം, ഒക്കെ ഉണ്ടാവുമ്പം അത് ഭയങ്കര ചർച്ചയാവുകയും കളിയാക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ജനറലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇവരൊക്കെ ഇങ്ങനെയാണ് എന്നിങ്ങനെ ജനറലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഗ്രീഷ്മ തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് എൻറ്റയർ പെൺകുട്ടികളെ നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്തെന്ന് പറയുമോ? ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് റീസെന്റ് എനിക്കും നാദിറക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂരിൽ എന്തോ ഹിന്ദി ഐ മീൻ ബംഗാളിയിൽ നിന്ന് വന്നിട്ടുള്ള ഏതൊക്കെയോ ട്രാൻസ് വ്യക്തികൾ കൂടിയിട്ട് റോട്ടിൽ അടി കൂടുന്ന ഒരു വീഡിയോ എന്നോ ഉള്ളൊരു വീഡിയോ ആണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര റീച്ച് ആയപ്പോൾ ഏതൊരു പെൺകുട്ടി എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നിട്ട് കണ്ടല്ലോലേ എന്ന് പറഞ്ഞു. അപ്പൊ ലൈക്ക് ഇത് എന്തിനാ കാണേണ്ട ആവശ്യം? ഏതെങ്കിലും ട്രാൻസ് വ്യക്തികൾ എവിടെയെങ്കിലും വെച്ച് അടി കൂടുന്നതിന് ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആവും? എനിക്ക് എങ്ങനെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? ഞാൻ അതിൽ ഇൻഡെക്സ് ഞാൻ ആ ചുറ്റുപാടത്തിലുണ്ട് അല്ലെങ്കിൽ അത് ആ വീഡിയോയിലാണ് ഞാൻ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഏതോ നാട്ടിലെ എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഏതോ മനുഷ്യന്മാർ തമ്മിൽ കൂടുന്നതിന് ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആകുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. ഗ്രീഷ്മ തെറ്റ് ചെയ്തപ്പോ നമ്മള് എല്ലാവർക്കും കണ്ടല്ലോ അല്ലേ, ഗ്രീഷ്മ വിഷം കൊടുത്ത് കൊന്നത് കണ്ടല്ലോ അല്ലേ എന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ. അതിജീവിതനെ എന്താ പറയാ ഉപദ്രവിച്ച സമയത്ത് ആ പെർപ്പറ്റേറ്ററിന്റെ കാര്യം നമ്മൾ എല്ലാ ആണുങ്ങളാണ് കണ്ടല്ലോ അല്ലേ എന്ന് നമ്മൾ പറയോ? ഇല്ല. വൈ? ബിക്കോസ് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിൽ ജെൻഡർ ഐഡന്റിറ്റിനെ പറയുന്നു. എന്നിട്ട് ആ വ്യക്തി പറയണത് ഹെയ്ത് ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരുടെ ഉന്നമനത്തിൽ സംസാരിക്കാൻ കണ്ടിട്ടുണ്ട്. ബ്രോ, ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരും മനുഷ്യന്മാരാണ്. അവരും ഈ പറഞ്ഞ പോലെ ഇക്വാലിറ്റി ആഗ്രഹിക്കുന്നതാണ്. അവരെ ഒരു സ്പേസിലേക്ക് മുഖ്യധാര സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇക്വാലിറ്റിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാത്ത വിവരദോഷികളായ മനുഷ്യന്മാരുള്ള സൊസൈറ്റിയിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിലും അതിലൊരു വിജയം കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ഭയങ്കര പ്രൗഡ് ആക്കുന്ന ഒരു കാര്യമാണ്. വിജയം കൊണ്ടുവന്നാലേ ഇപ്പം ഇവിടെ വന്നിരുന്ന എനിക്ക് എന്റെ പെർസ്പെക്റ്റീവും എന്റെ പോയിന്റ് ഓഫ് വ്യൂവും പറയാനായിട്ട് നിങ്ങളുടെ അടുത്തും പൊതുസമൂഹത്തിനോടും പറയാനുള്ള സ്പേസ് ഉള്ളൂ, ആക്സസ് ഉള്ളൂ. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോ ദിവസം വിജയിച്ച് അതിജീവിച്ച് കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ എന്നുള്ളതൊരു വളരെ നിർബന്ധിതമായ കാര്യമായി മാറും. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് PhD എടുക്കണം. ഇപ്പം ഈ വർഷത്തിൽ തന്നെ PhDക്ക് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കാൻ കാരണം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും കോളേജ് കംപ്ലീറ്റ് പ്രൊഫസറായിട്ട് അക്കാഡമിക് സ്പേസിൽ ഈ പറഞ്ഞ പോലെ ബുക്സ് ഒക്കെ എഴുതി എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഇപ്പൊ ഫാമിലി ഉണ്ട്. ഉപ്പ മരിച്ചു. അപ്പൊ ഉമ്മയും ഞാനും ബ്രദറിന്റെ വൈഫും കൂടിയൊരു ഫാമിലിയാണ് ഇപ്പൊ. അപ്പം അതുകൊണ്ട് ഉമ്മയുടെ കാര്യങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. കാരണം ഉമ്മക്ക് 56 വയസ്സായി. അപ്പം ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഉമ്മാക്കൊക്കെ നമ്മള് മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ ഉമ്മാക്ക് ഇങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ ആസ് എ മകൾ എനിക്ക് നിറവേറ്റി കൊടുക്കണം. അങ്ങനെ ഫാമിലി ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെയാണ് ഇപ്പത്തെ ഒരു
പ്ലാൻ അതോടൊപ്പം തന്നെ ഒരു ടീച്ചറായിട്ട് ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളതാണ്. ടച്ച് എല്ലാം നടക്കട്ടെ. ഇടന എല്ലാവിധ ആശംസകളും അറിയിക്കും. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം.